ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ രുചികരമായിട്ടുള്ളതുമായ പപ്പായ കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി പരിചയപ്പെടാം. അതിനായിട്ട് നമുക്കൊരു പപ്പായ എടുക്കാം. പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങ, ഞങ്ങൾ കപ്പളങ്ങ എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇത് ചെനച്ചൊന്നും പോയ കപ്പളങ്ങ ആവരുത്, അതായത് പഴുത്തു പോയ കപ്പളങ്ങ ആവരുത്. നല്ല പച്ചയായിട്ടുള്ള പൊട്ടായിട്ടുള്ള കപ്പളങ്ങയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് തൊലി ഒന്ന് ചെത്തിയെടുക്കാം. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണെന്ന് ഞാൻ പറയും, കാരണം അത്ര ടേസ്റ്റാണിത്. അപ്പോൾ നമ്മൾ പപ്പായ നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് മതി കേട്ടോ, നടുവേ മുറിച്ചിട്ട് അത്യാവശ്യം വലിപ്പമുള്ളത് ഈ ഒരു പീസാണ്. അപ്പോൾ നമുക്കിതെടുക്കാം, എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പപ്പായ ഒരു പകുതി എടുത്താൽ മതി, അത്യാവശ്യം ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ളത് കാണും, അതുകൊണ്ട് ഇത് മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇത് നൈസായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കട്ടിക്കുള്ള ഉരുക്കാത്ത നെയ്യായിട്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. ഇപ്പം നല്ല ഉരുക്കിയിരിക്കുന്ന നെയ്യാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണേൽ നമ്മൾ പപ്പായ ഇട്ട് കൊടുക്കാൻ. ഒരുപാട് ചൂടായിട്ട് നിൽക്കുന്ന നെയ്യിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ കളറ് ചേഞ്ച് ആവും. നമുക്ക് ഇതേ കളറിൽ തന്നെ കിട്ടണം, അപ്പോൾ അത് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യല്ല. അതുകൊണ്ട് ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്ത് നെയ്ക്കകത്തിട്ട് നന്നായിട്ട് പപ്പായ ഒന്ന് വഴട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ പപ്പായയിലേക്ക് തന്നെ ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ വഴട്ടിയെടുക്കാം. ഞാനിവിടെ പഞ്ചസാര മിക്സിയിൽ പൊടിച്ചിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി 3 ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിട്ട് നമ്മളിത് പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് കറക്റ്റാണ് കേട്ടോ. നമുക്ക് ഒരുപാട് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കാം, പക്ഷേ 4 ടേബിൾ സ്പൂൺ ആണെങ്കിൽ കറക്റ്റായിരിക്കും. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പം അത്രയും ചേർത്താൽ മതിയേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പൊടിച്ച് ചേർക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കി എടുത്താലും മതി, അപ്പം മെൽറ്റായിട്ട് കിട്ടും. പക്ഷേ ഇതിനെ പൊടിച്ച് ചേർക്കുമ്പം ഏലക്കയുടെ കുരുവൊന്നും ഇല്ലാതെ എല്ലാം പൊടിഞ്ഞ് കിട്ടും, അതുകൊണ്ട് അങ്ങനെ ചേർക്കുന്നതേ ഉള്ളൂ. പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പപ്പായയിലും പഞ്ചസാര എല്ലാം നന്നായിട്ട് പിടിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്ത് നമ്മളൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഒരുപാട് സമയം വരട്ടിയെടുക്കുകയൊന്നും വേണ്ട. ഏതാണ്ട് ഇതിൻ്റെ ഒരു പാകം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരു ഗ്ലാസ് പരുവോ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ എല്ലാം ഒന്ന് വരണ്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ ഏതാണ്ട് ഇതായിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട പൊട്ടിച്ചെടുക്കുമ്പം ഒരു ചെറിയ ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആവശ്യത്തിനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു മുട്ട കേടുണ്ടെങ്കിൽ എല്ലാ മുട്ടയും കൂടെ വേസ്റ്റായി പോകത്തില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യാനുസരണം എടുത്താൽ മതിയേ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണേ. പാൽപ്പൊടി നമുക്ക് ഇതുപോലെ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയും പാൽപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 3 മുട്ടയും 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് പാൽപ്പൊടിയൊന്നും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് പപ്പായ വരട്ടിയെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഏതാണ്ട് ഒരുപാട് തണുത്തൊന്നും പോകണ്ട, ചെറു ചൂടോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിനകത്ത് ഏലക്ക ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ മുട്ടയുടേതായിട്ടുള്ള മണമൊന്നും വരത്തില്ല. ഇനി നമ്മൾ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് ഉപ്പാണ്. മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഇനി കിസ്മിസും കാഷ്യൂനട്ടും കൂടി ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാനിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ നെയ്യ് വെറുതെ വേസ്റ്റ് ആകത്തുമില്ല ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടൊന്ന് ബാലൻസ് ആയതിന് ശേഷം ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മാത്രം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നമുക്കിത് കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലായിടത്തും ഒരേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കിപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബദാം പൊടിച്ചതാണ്. ഇപ്പം ബദാം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ബദാം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇതിലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമല്ലേ ഞാൻ പപ്പായ കൊണ്ട് എന്ത് സ്നാക്കാണ് തയ്യാറാക്കുന്നതെന്ന്. അതേ കായ്പോള പോലെ തന്നെ നമുക്കൊരു പപ്പായ പോളയാണ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് സിമ്മിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് നമ്മൾ വെച്ച് കൊടുക്കുന്ന തീയുടെ ഇതനുസരിച്ചിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെ ആകുമ്പം ഇത് കറക്റ്റായിട്ട് വേവും. ഇപ്പം നമ്മൾ കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സാധാരണ ഒരു പപ്പായ കിട്ടുമ്പോൾ നമ്മളത് വെച്ച് ചോറിന് കുറേ കറികളാണല്ലേ തയ്യാറാക്കുന്നത്. എന്നാൽ ഇതുപോലൊരു സ്നാക്സ് റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണേ. വളരെ, ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണേ. അപ്പം ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നമ്മൾ കായ്പോളയൊക്കെ മുറിക്കുന്ന പോലെ തന്നെ ഇതൊന്ന് മുറിച്ച് സെർവ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. നമുക്കത് കഴിക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കും കേട്ടോ. അത്ര ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയങ്ങളിൽ 4 മണിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കിടിലൻ ഡിഷ് തന്നെയാണ്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിന് കറക്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേടയുടെ ഒരു രുചിയാണ്. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഡിഷസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.